യേശുവേ നന്ദി. എൻ്റെ പേര് ജിതിൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് വിവാഹാലോചന നടക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ 2021 മുതൽ 5 വർഷമായിട്ട് വിവാഹമൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വിവാഹ തടസ്സമായിരുന്നു അല്ലേ? വിവാഹ തടസ്സമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ ഞാനിവിടെ ധ്യാനം കൂടി. ആ ധ്യാനത്തിൽ ഒരുപാട് തവണ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ജിതിനെ അനുഗ്രഹിക്കുന്നു, ജിതിനെ അനുഗ്രഹിക്കുന്നു എന്ന്. അതിൽ വിവാഹ തടസ്സമുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു ബ്രദർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, എറണാകുളം ഭാഗത്ത് നിന്ന് ഒരു കുടുംബവുമായിട്ട് നിനക്ക് വിവാഹബന്ധം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ടെന്ന് പറയണ്ടായി. അതുപോലെ തന്നെ എനിക്ക് ജോലി തടസ്സം ഉണ്ടായിരുന്നു. ഞാൻ 2024 മുതൽ 2024 എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ധ്യാനത്തിന് തന്നെ ഒരു ബ്രദർ പറയണ്ടായി, കൗൺസിലിംഗ് പറയണ്ടായി, ഒരു വൈദികൻ എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് കാണുന്നെന്ന്. 2025 എനിക്ക് മെയ് മാസത്തിൽ എനിക്ക് കോട്ടയം ഭാഗത്തുനിന്ന് ഒരു വിവാഹാലോചന വന്നു. അത് ജൂണിൽ ഉറപ്പിച്ചു. ഈ ഫെബ്രുവരി 8 എൻ്റെ കല്യാണമായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം ഒരു വൈദികം വഴി എനിക്ക് ജൂണിൽ ഭോപ്പാലിൽ ജോലി ശരിയായി. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ മോൻ്റെ എത്ര വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്? 35 അല്ലേ? ഇതാണ് ജീവിത പങ്കാളി അല്ലേ? എന്തൊരു വലിയ സാക്ഷിയല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ തന്നെ കേട്ടോ മക്കളെ, കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം ഒരു നന്ദി പറയാൻ വന്നല്ലോ, അതാണ് അച്ഛന് ഏറ്റവും വലിയ സന്തോഷമായത്. എത്രയോ പേടിങ്ങനെ നടന്നിട്ട് വരാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇവരത് തിരിച്ചറിഞ്ഞ മകൻ 2024 ഉണ്ടായ സംഭവമാണ്. 2024 ധ്യാനം കൂടി. അപ്പോൾ ഈ മെസ്സേജൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നീട് 1 വർഷം കഴിയുമ്പോൾ ജോലി, 1 വർഷം കഴിയുമ്പോൾ കല്യാണം. ഇപ്പം ഈ വർഷമാണ് കല്യാണം കഴിഞ്ഞത് അല്ലേ? ആണ്ടോ ഈ 2 വർഷം കാത്തിരുന്നു, ഏകദേശം 1.5 വർഷം കാത്തിരുന്ന് കല്യാണം കഴിഞ്ഞ് നന്ദി പറയാൻ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ.